നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിഷാലയം. ഓം നമ ശിവായ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് മകരം രാശി, അതായത് ഈ ഗ്രഹങ്ങളിലെ മാറ്റം. അടുത്ത് വരുന്ന ഈ ഗ്രഹങ്ങൾ, അതായത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റങ്ങൾ കൊണ്ട് മകരം രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളായ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങൾക്ക് വരുന്ന സാമാന്യ ഗുണദോഷ ഫലങ്ങളെയാണ് ഇവിടെ പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് 5-ാം ഭാവത്തിൽ നിന്ന് 6-ാം ഭാവത്തിലേക്ക് പോകുന്നു. അതുപോലെ ശനി, 7ര ശനി എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ശനി അവരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. രാഹു 2-ാം ഭാവത്തിലേക്കും കേതു 8ാം ഭാവത്തിലേക്കും വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഗുണദോഷ സമ്മിശ്രിതമായ ഫലങ്ങളാണ് ഇവിടെ പറയേണ്ടത്. എന്നിരുന്നാലും ദോഷഫലങ്ങൾ ഏറെയും ഗുണഫലങ്ങൾ കുറഞ്ഞുമിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. എന്നിരുന്നാലും വരുമാനത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്രോതസ്സിന് നഷ്ടങ്ങളോ കോട്ടങ്ങളോ സംഭവിക്കാതെ ഈശ്വരാരാധനയിലൂടെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയേണ്ടത്. പ്രധാനമായിട്ടും ഇവരുടെ ശാരീരികമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് വിദഗ്ധമായ ചികിത്സ നേടേണ്ടതും, ചെറിയ അസുഖങ്ങളാണെന്ന് വിചാരിച്ച് അശ്രദ്ധ കൊണ്ട് അത് ഒരു ചികിത്സ ഒന്നും തേടാതിരിക്കുന്നത് വളരെ വിഷമകരമായി തീരും. എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ വന്നാൽ ഉടനെ തന്നെ വൈദ്യസഹായം നേടുകയും അതുപോലെ ഈശ്വരാധീനം വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും ആണ്. ഇവ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് വിഘ്നേശ്വര പ്രീതി വരുത്തുക, അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക, ഭദ്രകാളി ക്ഷേത്രത്തിലെ അർച്ചന, നെയ്വിളക്ക്, നിവേദ്യം എന്നിവ നടത്തുകയും വിഘ്നേശ്വരന് പ്രധാനമായിട്ടും ചന്ദനം ചാർത്തൽ, അതുപോലെ വിളക്ക് വയ്ക്കൽ, അതുപോലെ നെയ്പായസം, വെള്ള നിവേദ്യം എന്നിവ നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും. അതുപോലെ സുദർശന മന്ത്രാർച്ചന വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ സുദർശന മന്ത്രാർച്ചന, നെയ്വിളക്ക്, തുളസിമാല, താമരമാല എന്നിവ നടത്തുന്നതും ശൈവ നാഗങ്ങൾക്ക് ശിവൻ്റെ അമ്പലത്തിലോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ഉള്ള നാഗങ്ങൾക്ക് ആയില്യപൂജ നടത്തുന്നതും 100 പാലും നടത്തുന്നതും അഷ്ടനാഗ പൂജ ചെയ്യുന്നതൊക്കെ വളരെയധികം ശ്രേയസ്കരമായിരിക്കും. ഈ മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ ദോഷകാഠിന്യങ്ങൾ കുറഞ്ഞ് ഐശ്വര്യ അഭിവൃദ്ധിയും നിലനിൽക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ മാറി നല്ല രീതിയിലായി വരാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.